മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഷാർജയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടെ താമസിക്കുന്നത് തൃശ്ശൂർ സ്വദേശിയായ ശ്രീ അനൂപ്. അദ്ദേഹം ടൂർ ദുബായ് എന്ന സ്ഥാപനം, ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ടൂർ ദുബായ്. എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ വില്ലൻ ലുക്കുള്ള ശ്രീ അനൂപ് സാറും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം, ഭാര്യ, 3 പെൺകുട്ടികൾ, ഇവരോടൊപ്പം നമ്മൾ അല്പസമയം ചെലവഴിക്കുന്നു അവരുടെ സന്തോഷത്തിലേക്ക്. സാർ നമസ്കാരം, സ്വാഗതം. നമസ്കാരം. ഓക്കെ. സാർ, തൃശ്ശൂരിൽ നിന്ന് ദുബായിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം എന്താണ് സാർ? ഞാൻ തൃശ്ശൂരിൽ നിന്നല്ല ദുബായിലേക്ക് എത്തിയത്, ഞാൻ ബോംബെയിൽ നിന്നാണ് ദുബായിലേക്ക് എത്തിയത്. നമ്മളെ വിദ്യാഭ്യാസമൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ബോംബെയിലായിരുന്നു വിദ്യാഭ്യാസമൊക്കെ. ടൂറിസം രംഗത്തായിരുന്നോ വിദ്യാഭ്യാസം? അല്ല, ഞാൻ ഹോട്ടൽ രംഗത്തായിരുന്നു. പിന്നെ ഹോട്ടലിൽ തന്നെ 5 സ്റ്റാർ ഹോട്ടലിലാണ് ഞാൻ കൂടുതലും ജോലി ചെയ്തിരുന്നത്, ഹോട്ടൽ മാനേജ്മെൻറ്റ് നടത്തിയിട്ട്. ഇവിടെ ടൂർ ദുബായിൽ അങ്ങനെ ഈ കമ്പനി 1989 തുടങ്ങിയതാണ്. അതൊരു ബ്രിട്ടീഷ് എക്സ്പാട്രിയേറ്റ് തുടങ്ങിയ കമ്പനിയാണ്. അപ്പോൾ 25 വർഷമായി കമ്പനി. പക്ഷേ ഞാൻ കമ്പനി വന്നിട്ട് ഇപ്പോൾ 19 വർഷമായിട്ടുള്ളൂ. സാറിൻ്റെ കയ്യിലേക്ക് ഇതെങ്ങനെ എത്തി? ഓക്കെ, ആള് ഞാൻ പറഞ്ഞില്ലേ, ഒരു മിസ്റ്റർ റസ്നോട്ട് എന്ന് പറയും. ആള് ബ്രിട്ടീഷ് എക്സ്പാട്രിയേറ്റ് ആയിരുന്നു. ആള് തുടങ്ങി, ആള് കൂടുതൽ ഒരു ആർട്ടിസ്റ്റാണ്. മൂപ്പർക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യം, ഈ ബിസിനസ്സിനേലും ഇതായിട്ട്. അങ്ങനെ മൂപ്പർ എന്നോട് അതൊരു വെഞ്ചർ പോലെ എടുത്ത് നടത്താൻ പറഞ്ഞ്, അങ്ങനെ ആ ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് ഞാൻ അങ്ങനെ മുന്നോട്ട് വരുന്നു. സാർ 19 വർഷമായി. 19 വർഷത്തിന് മുമ്പത്തേക്കാൾ എത്രമാത്രം വളർന്നു ടൂർ ദുബായ്? അന്ന് 2 ബോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് 6 ബോട്ടുണ്ട്. 2 ബോട്ട് മറീനയിലുണ്ട്, 4 ബോട്ട് ക്രീക്കിലുണ്ട്. പിന്നെ ഡെസർട്ടിലൊരു വെന്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്, സഹാറ എന്ന് പറയും. പിന്നെ ടൂറിസം കൊണ്ടുവരാനായിട്ട്, അതായത് ഇതിൻ്റെയൊക്കെ സോഴ്സ് നമ്മൾ ഇൻ്റർനാഷണലിൽ നിന്ന്, അതായത് ജർമ്മനി, പോളണ്ട്, അങ്ങനെയുള്ള രാജ്യത്തു നിന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ യൂറോപ്യൻ ടൂറിസ്റ്റ് വരുന്നത്, UK, റഷ്യ. അപ്പോൾ അത് കൊണ്ടുവരാനായിട്ടുള്ള സംവിധാനം എന്നുള്ള നിലയ്ക്ക് റൂട്ട്സ് ആൻഡ് ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയും തുടങ്ങി. ഇത് ടൂറിസ്റ്റുകൾക്ക് മാത്രമല്ല, ഇത് UAE-യിലുള്ള ലോക്കൽ റെസിഡൻസിനും കൂടി സൗകര്യപ്രദമായിട്ടാണ് കാര്യങ്ങൾ വെച്ചിട്ടുള്ളത്. അവർക്ക് സ്പെഷ്യൽ റേറ്റുകളുണ്ട്. നല്ല പ്രീമിയം പ്രോഡക്റ്റായിട്ടാണ് മറ്റുള്ള, അതുകൊണ്ട് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര ടൂർ ദുബായ് അറിയില്ലായിരിക്കും ഒരു പക്ഷേ. കാരണം നമ്മൾ കൂടുതൽ പ്രീമിയം പ്രോഡക്റ്റായിട്ടാണ് ഇത് വിൽക്കുന്നത്. അതുകൊണ്ട് ഒന്ന്, ഞാൻ ഹോട്ടലിലായതുകൊണ്ട് ഫുഡിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ നടത്തിയിട്ടുള്ളത്. അത് എല്ലാ വെന്യൂവിലും 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് എടുത്ത് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. കൂടുതലും ബൂഫയൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഒരു ടൂറിസ്റ്റ് വരുമ്പോൾ അവർക്ക് കാണാൻ പറ്റുന്ന ഏരിയകൾ, ക്രൂസിങ് അല്ലെങ്കിൽ ഡെസർട്ടിലുള്ള വെന്യൂസ്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഡെസർട്ട് ഇല്ല, അപ്പോൾ അവർക്ക് വരുമ്പോൾ ഡെസർട്ട് മസ്റ്റാണ്. അവർക്ക് അത് ഡെസർട്ട് കാണാൻ പറഞ്ഞത് അവരുടെ ഒരു, നമ്മൾ യൂറോപ്പിൽ പോകുമ്പോൾ നമുക്ക് മഞ്ഞിൽ പോയിട്ട് ഒരു നടത്തുന്ന പോലെ നമ്മൾ അവിടെ ഇല്ലാത്തത് എന്തോ അത് ആസ്വദിക്കാൻ. ഇവിടെ ഡെസർട്ട്, UAE ഡെസർട്ട്, UAE ഈസ് ഡെസർട്ട് ആക്ച്വലി. അപ്പോൾ ഡെസർട്ടിൽ നമ്മൾ ഇത്രയും നല്ല വെന്യൂ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയ കാര്യം. ആക്ച്വലി എന്താണ് ടൂറിസം? വാട്ട് ഈസ് ടൂറിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? അവർ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, മാക്സിമം ടൂറിസ്റ്റുകൾ വരുന്നത് 4 ദിവസം 5 ദിവസം ഒരു ഇറ്റിനറി ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ 5 ദിവസം അവർക്ക് ഓക്യുപ്പൈ ചെയ്ത് നന്നായി ദുബായ്, അബുദാബി ഒക്കെ കാണിച്ചു കൊടുത്ത് തിരിച്ചു അവർ തിരിച്ചു പോകണം. അത് എന്നും ഒരു ഓർമ്മയായിട്ട് അവരുടെ മനസ്സിൽ നിൽക്കുന്ന കാഴ്ചകൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. അതാണ് അതൊരു അനുഭവമാക്കി മാറ്റുക. നേരെ തൃശ്ശൂർ തന്നെയാണോ? തൃശ്ശൂർ തന്നെ. എത്ര നാളായി വിവാഹം കഴിഞ്ഞിട്ട്? 20 years. വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് പോരുമായിരുന്നു?
ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ആദ്യം ആള് സൗദിയിലായിരുന്നു. ഇപ്പോൾ ദുബൈയിലേക്ക് വന്നതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. എനിക്ക് ഇതിനകത്തൊരു പ്രധാന സംശയം, നിങ്ങളുടെ വിവാഹം കഴിയുന്ന സമയത്ത് ഇതുപോലെ ഇരിക്കുകയായിരുന്നു, ഇത് പിന്നെ എങ്ങനെ ഈ രൂപത്തിലേക്ക് മാറി എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം. അത് ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് രസമായിരിക്കും. സാറ് ചിലപ്പോൾ എന്തെങ്കിലും കള്ളം പറഞ്ഞേക്കും. ആള് പറയുന്നത് കല്യാണം കഴിയുമ്പോ എല്ലാരും ഹീറോണ്, പിന്നെ വില്ലൻ ആവേണ്ടി വരും. കല്യാണം കഴിയുന്നതിന് മുമ്പ് വരെ ഹീറോ, കല്യാണത്തിന് ശേഷം വില്ലൻ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരു പ്രൊട്ടക്ഷനാ. ഞങ്ങള് പിന്നെ പെണ്ണുങ്ങൾ മെമ്പേഴ്സ് കൂടുതലാണല്ലോ, അപ്പൊ ഒരു വില്ലൻ ലുക്ക് നല്ലതല്ല. അങ്ങനെയാണ്. ഇപ്പൊ സാർ എത്ര വർഷമായിട്ട് ഈ രൂപത്തിൽ? നമ്മള് 16 വർഷമായിട്ടുണ്ടോ അല്ലേ? അതായത് ഇവിടെ നടുക്ക് മാത്രം മുടി ഇല്ലാണ്ട് ഇവിടെ മാത്രം ആകുമ്പോ അതൊരു വൃത്തിയിടല്ലേ. കഷണ്ടി ഉണ്ടല്ലേ? ശരി. അപ്പൊ ഇവിടെ ബിസിനസ്സിൽ ഒന്നും അങ്ങനെ ഇൻവോൾവ് ചെയ്യാറില്ല, ഉണ്ടോ? ടീച്ചറാണ് പ്രൊഫഷണലി. ഇവിടെ അവറോണിൽ ജോലി ചെയ്തിട്ടുണ്ടായി 2 കൊല്ലം. പിന്നെ അബുദാബിയിലും ജോലി ചെയ്തിരുന്നു 3 കൊല്ലം. പിന്നെ 3ാമത്തെ ആളായി പിന്നെ വിട്ടു. അതെ അതെ അതെ. അപ്പോൾ പിന്നെ ഇപ്പം ഫുൾ ടൈം വീട്ടമ്മ തന്നെ. 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡാണ് സാർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരാൾക്ക് മാത്രമേ തരുന്നുള്ളൂ, അവർക്ക് 2 പേർക്കും കൊടുക്കുന്നില്ലേ? അതെന്താണ്? അവര് കഴിക്കുന്നുണ്ട്, അവരുടെ ശരീരത്തൊന്നും ഇല്ല അല്ലേ? പേരെന്താ? നവ്യ. ഒരു സിനിമ നടിയുണ്ട് നവ്യ നായർ, അറിയാലോ. 2ാമത്തെ ആളാണല്ലേ? എന്താ പഠിക്കുന്നത്? ഇപ്പൊ ഞാൻ 12th മിലീനിയം സ്കൂളിൽ പഠിക്കും. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? കുഴപ്പമില്ല. എന്താണ് ഒരു ആംബിഷൻ പറഞ്ഞാൽ ടൂറിസം മേഖലയിലൊന്നും പഠിക്കണമെന്നും? ടൂറിസം തന്നെ ഇൻട്രസ്റ്റ് എനിക്ക്. അതിപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് പറയുകയാണോ? അല്ലല്ല, ആദ്യമേ അങ്ങനെ. പിന്നെ ചിലപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യാൻ തോന്നും. ചിലപ്പോഴൊക്കെ തോന്നും, വൈകുന്നേരമൊക്കെ ആകുമ്പോൾ. ഈവനിങ് ടൈമിലൊക്കെ അങ്ങനെ തോന്നും. രാവിലെ ആകുമ്പോൾ വീണ്ടും ടൂറിസം. അങ്ങനെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. ചെയ്യാറുണ്ട്? ഇവിടെ വല്ല പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടോ? എന്നിട്ട് തന്നെ കഴിക്കുകയും ചെയ്യും? അവർക്ക് കൊടുക്കുകയില്ല? ഞാൻ കൊടുക്കും. അവര് കഴിക്കില്ല, അതുകൊണ്ടല്ലേ അവരങ്ങനെ ഇരിക്കുന്നത്. അവരൊക്കെ ഓടും, അത് കാരണം അതില്ല. പേരെന്താ? കൃഷ. കൃഷ. ഓക്കെ. ആരാ അത്? അതാരാ? മഫിൻ. എത്ര ആളാണ് ഇവിടെ വന്നിട്ട്? 7 months ആയിട്ടുള്ളൂ. ആരുമായിട്ട് ഏറ്റവും കൂട്ട്? ഏത് സ്റ്റാൻഡേർഡിലാണ് മോള് പഠിക്കുന്നത്? തൃശ്ശൂരൊക്കെ പോകാറുണ്ടോ? അവിടെ എന്താ ഇഷ്ടം? ഇവിടെ ഇല്ലാത്ത എന്താണ് അവിടെ ഉള്ളത്, അത് പറയും. റെയിനാണ് ഇഷ്ടം. മഴയെന്നങ്ങനെ? മഴയെന്ന് പറഞ്ഞ് അത്രേ ഉള്ളൂ. മഴയെന്ന് അറിഞ്ഞെടുത്ത ഒരു മലയാളി കുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ്. ഓക്കെ. മോളുടെ പേരെന്താ? ശ്രിയ. എന്താ പേരിന്റെ അർത്ഥം? ഐശ്വര്യം എന്ന് പറയാം. ആര് പറഞ്ഞു? തനിയെ പറഞ്ഞു. എന്നാ പിന്നെ ഐശ്വര്യ ഇട്ട പേര്. ഓക്കെ. ഇപ്പൊ എന്താ പഠിക്കുന്നത്? ഇപ്പൊ ഞാൻ 12th കഴിഞ്ഞു. ദുബായ് ആണോ ഇഷ്ടം, നാടാണോ ഇഷ്ടം? ഞങ്ങൾക്ക് ദുബായ് ഇഷ്ടം. നിങ്ങൾ ജനിച്ചു വളർന്ന് ഇവിടെ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുള്ളൂ, പക്ഷെ നാട് മോശമാണെന്ന് പറയരുത്. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇല്ല, ഞങ്ങൾക്ക് ഒരു വലിയ വീടുണ്ട്, അപ്പൊ അവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇഷ്ടമല്ലാത്ത എന്താ നാട്ടില്? കൊതു. കുത്തു. ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കൊതുവാ. വളരെ ശല്യമാണല്ലേ? അത് ഞങ്ങൾക്കേ ശല്യമാണ്, പിന്നെ വല്ലപ്പോഴും വരുന്നത് നിങ്ങൾക്ക് ശല്യമില്ലെന്ന് പറയാൻ പറ്റൂ. ഓക്കെ. ഈ മുട്ടത്തലയെ കുറിച്ച് നിങ്ങൾ താരും കമന്റ് ഒന്നും പറയില്ലേ? നിങ്ങളവിടെ പോകുമ്പോഴത്തേക്ക് ആളുകൾ നോക്കത്തില്ല, ഇതാരാണ് മുട്ട? അങ്ങനെ നോക്കും. അപ്പൊ എന്താ? സ്കൂളിലൊക്കെ പോകുമ്പോ ഫ്രണ്ട്സ് ഒക്കെ പറയും, ഇസ് ദാറ്റ് യുവർ ഡാഡ്? I'm like, yeah. Oh, he looks like a villain. അത് കേൾക്കുമ്പോൾ വലിയ ക്രെഡിറ്റാ സാറിന്. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട അടിച്ച് നടക്കുന്നത്. മറൈനയിലൊക്കെ ഉള്ള ദോ ക്രൂസ്, അതിൻ്റെ ഒരു പ്രത്യേകതകളും അതിൻ്റെ ഒരു സവിശേഷത, ഫീച്ചേഴ്സ്? മെയിൻ അവിടുത്തെ കാഴ്ചകൾ തന്നെയാണ് അതിൻ്റെ ഫീച്ചർ. മറീന ബോട്ടിൽ പോകുമ്പോൾ ദുബായിലത്തെ 3 പ്രോമിനൻറ്റ് ഐക്കോണിക് ടവേഴ്സ് നമുക്ക് കാണാം. അതായത് ഒന്ന് അറ്റ്ലാന്റിസ്, ഒന്ന് ബുർജ് അൽ അറബ്, ഒന്ന് ബുർജ് ഖലീഫ. ഇത് 3 നമുക്ക് വ്യൂ ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. പിന്നെ മുഴുവനും ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ബോട്ട് പോകുമ്പോൾ ആ ഒരു ഫീലിംഗ് വേറെ ഒരു. അവിടെ നമ്മൾ 5 സ്റ്റാർ ഫുഡ് JW മാർട്ടിൽ നിന്നാണ് ഫുഡ് എടുക്കുന്നത്.
ലൈവ് സ്റ്റേഷൻസ് ഉണ്ട്, ഷെഫ് പാസ്ത ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ടൂർ ദുബായിലൂടെ സാർ ഒരു സെൽഫ് എൻ്റർപ്രണർ എന്ന രീതിയിൽ ഒരു എൻ്റർപ്രണറായ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ, ചെറുപ്പക്കാരൻ എന്ന് പറയാമോ പറയാം, 10-15 വയസ്സായിരുന്നു എന്ന നിലയിൽ സാർ സ്വയം എങ്ങനെ വിലയിരുത്തുന്നു സാറിൻ്റെ ഒരു സക്സസിനെ കുറിച്ചോ, അല്ലെങ്കിൽ എങ്ങനെ? ഇല്ല, വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളൊരു വലിയൊരു ഗ്രൂപ്പ് നടത്തി, ബോട്ടിൽ 16,000 പേര് ഒറ്റ ട്രിപ്പ്. എത്ര ബോട്ട് വേണ്ടി വരും? നമ്മൾ മൊത്തം അത് 9 ദിവസം കൊണ്ട് 94 ട്രിപ്പ് നടത്തി ബോട്ടിൽ. 94x9 9 ദിവസം കൊണ്ട് നമ്മൾ അത്രയും പേർക്ക് ബോട്ട് നമ്മൾ പലയിടത്തുനിന്നും, നമ്മളെ മാത്രമല്ലാണ്ട് നമ്മൾ റെന്റിനെടുത്ത് നമ്മൾ തന്നെയാണ് ചെയ്തത്. എല്ലാം ഫുഡും എല്ലാം നമ്മൾ തന്നെയാണ് ഏൽപ്പിച്ചത്. അതൊരു വലിയ സക്സസ്സാണ്. ദുബായിൽ വന്ന ഏറ്റവും വലിയ ഗ്രൂപ്പാണത്. അതെ, അത് നമുക്ക് തന്നെ കിട്ടി, ടൂർ ദുബായിക്ക് കിട്ടി. പക്ഷേ എനിക്ക് തോന്നുന്നു ടൂർ ദുബായിക്ക് ഒരു പേര് അതുവരെ ഉണ്ടായിരുന്ന ഒരു പേര് കുറച്ചുകൂടെ അതിനെല്ലാം വളരെയധികം വലുതായിട്ട്. ഇപ്പോൾ ഇവിടുത്തെ ന്യൂസ് പേപ്പറിലൊക്കെ വന്ന ചൈനയിൽ അത്രയ്ക്ക് ജനസംഖ്യ ഉണ്ടല്ലോ. പക്ഷേ നല്ല പ്രീമിയം ഗ്രൂപ്പായിരുന്നു. പ്രീമിയം എന്ന് വെച്ചാൽ ചൈനയിലത്തെ സാധാരണ ഗ്രൂപ്പല്ലായിരുന്നു, നല്ല എക്സിക്യൂട്ടീവും നല്ല ഹെൽത്തി ഗ്രൂപ്പായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ പൊതുവെ എങ്ങനെയുണ്ട് മറ്റു രാജ്യങ്ങളിൽ? ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യയിൽ നിന്നായിരിക്കാം ടൂറിസ്റ്റുകൾ വരുന്നത്. രണ്ടാമത് ചൈനയിൽ നിന്നായിരിക്കും. പിന്നെ UK, ജർമ്മനി, പോളണ്ട്, അങ്ങനത്തെ രാജ്യങ്ങളാണ്. മലയാളികൾ അങ്ങനെ സഞ്ചരിക്കുന്ന കൂട്ടത്തിലാണോ? മലയാളികൾ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ മലയാളികൾക്ക് ഇവിടെ വരുന്നതിൻ്റെ ഒരുവിധം ആൾക്കാർക്കൊക്കെ റിലേറ്റീവ്സ് ഉണ്ട്. സോ അവർക്കൊരു അവരാണ് അത് അവരങ്ങ് ഹാൻഡിൽ ചെയ്തോളൂ. നമുക്ക് നമ്മുടെ ബിസിനസ് കളയാൻ വേണ്ടി കുറെ റിലേറ്റീവ്സ് ഒരു കാറുമായിട്ട് പ്രാഡോയും കാണും. എല്ലാവർക്കും വണ്ടിയുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും തനിയെ പോകും. മലയാളികൾ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്ന വണ്ടി പ്രാഡോ ആണ്. എന്താണത്? ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ അതിനാണ്. ഓ, അത് നോക്കിയിട്ടാണ്, അല്ലാണ്ട് അതിനകത്ത് ലാഭം നോക്കിയിട്ട് തന്നെയാണ്. അതൊരു സംശയമില്ല, ഏറ്റവും കൂടുതൽ ആ വണ്ടിക്ക്. അത് ശരി. ഇവര് പഠിത്തം മാത്രമല്ല, അത് ഇവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലേ? എക്സ്ട്രാ കരിക്കുലർ എന്ന് പറഞ്ഞാൽ നവ്യ ആണെങ്കിൽ അവൾക്ക് അത് പറഞ്ഞു കുക്കിങ്, പിന്നെ അവൾ ആർട്ടിസ്റ്റും കൂടിയാണ്, നന്നായി വരയ്ക്കുകയൊക്കെ ചെയ്യും. മൂന്നാമത്തെ ആൾ നന്നായി പാട്ട് പാടും, പക്ഷെ ഭയങ്കര ഷൈ അവള്. പിന്നെ മൂത്ത ആൾക്ക് ഈ ഫോട്ടോഗ്രാഫിയുടെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഫാഷൻ ഫോട്ടോഗ്രാഫി, എവറിത്തിങ്, നേച്ചർ, അങ്ങനെ. പിന്നെ ഷീസ് ഗുഡ് ഇൻ ഗ്രാഫിക്സ് ഓൾസോ. ഗ്രാഫിക്സ് നന്നായി ചെയ്യും ഇപ്പോൾ കമ്പ്യൂട്ടറിലുള്ളതൊക്കെ. ഞാൻ പറയുന്ന പോലെ തെറ്റില്ലാതെ പറയാൻ പറ്റുമോ? ഓ ശരി. അതായത് ചരലുരുളുമ്പോൾ മണലുരുളില്ല, ചരലുരുളുമ്പോൾ മണലുരുളില്ല. പറയത്തില്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു. അതൊന്നും പറയാൻ പറ്റത്തില്ല, ഇപ്പൊ പറയണം. ചെറുമ്പും മഴ എന്ത് മണൽ ഉരുളില്ല. ചരലുരുളുമ്പോൾ മണലുരുളില്ല. പറ്റില്ല. എന്ത് പാടുപെടുന്നു നോക്കി. ഇതിനേക്കാളും നല്ലത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നു. ട്രൈ ഒന്നുകൂടെ പറയും. ചെറുല്ല മണൽ ഉരുളില്ല. ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളില്ല. ട്രൈ. ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളില്ല. എനിക്ക് ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ സാർ പറഞ്ഞു ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളില്ല. കണ്ടോ, ഇതാണ് സിമ്പിൾ. ഞാൻ പറയില്ല, ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തേ, അത് ടീച്ചർക്ക് മനസ്സിലായില്ലോ. ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളില്ല. എന്തോ ഒരു മണൽ ഉരുളില്ല. ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളില്ല. ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളില്ല. വളരെ സന്തോഷം. ഞാൻ ഈ കുടുംബത്തോടൊപ്പം അല്പസമയം ചെലവഴിച്ചതിന് ഈ 3 കോലാഹല കുമാരികളോടും പിന്നെ സാറിൻ്റെ ബിസിനസ്സിനെ കുറിച്ചും അറിയാൻ കഴിഞ്ഞു. ടൂറിസം എന്തായാലും ഇപ്പോൾ മലയാളികളും പൊതുവെ അതിലേക്ക് സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജീവിതത്തിൽ അല്പമെങ്കിലും ഒന്ന് യാത്ര ചെയ്യണം, ചില സ്ഥലങ്ങളൊക്കെ കാണണം. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. മലയാളികളുടെ ഒരു ജീവിത ചിന്തകളിലൊന്നും ഒരു വരുന്നത് പരമാവധി ഒരു ഊട്ടി
കൊടൈക്കനാൽ അതോടുകൂടി തീരുന്ന ഒരു ടൂറിസം ചിന്തയായിരുന്നു മലയാളികൾക്ക്. ഇപ്പോൾ മലയാളികൾ കൂടുതൽ ചിന്തിച്ചു തുടങ്ങി ദുബായ് അല്ലെങ്കിൽ മറ്റ് സിംഗപ്പൂർ, ഇങ്ങനെ പല അങ്ങനെയുള്ള അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ടൂർ ദുബായ് അതിന് നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിച്ചതിൻ്റെ സന്ദോഷത്തിൽ ഞങ്ങളുടെ ഒരു ചെറിയ ഒരു ഗിഫ്റ്റ് വൗച്ചറുണ്ട്. ക്രീക്ക് പാസഞ്ചർ ട്രാൻസ്പോർട്ട് ദുബായിൽ വാഹനാവശ്യങ്ങൾക്ക് സമീപിക്കാവുന്ന റെൻ്റ് കാറായാലും ഒക്കെ. അപ്പോൾ ക്രീക്ക് നൽകുന്ന ഒരു സമ്മാനം നിങ്ങൾക്കുണ്ട്. നമ്മളിപ്പോൾ UAE അൽക്കൂസിലെ അൽക്കൈൽ ഗേറ്റ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്, മലയാളികളല്ലാത്തവരുണ്ട്. ഒരു വലിയ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ അൽക്കൈൽ ഗേറ്റിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലെ ഒരു കൊച്ചു കുടുംബത്തോടൊപ്പമാണ്. സത്യബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഭാര്യയുണ്ട്, പിന്നെ വേറെ ആരോ ഒരാളും കൂടെ ഉണ്ട്, ആരാണെന്നറിയില്ല. നമുക്ക് ആ കുടുംബത്തിൻ്റെ വിശേഷത്തിലേക്ക് പോകാം. സർ നമസ്കാരം. മൈക്ക് പിടിക്കാം. നമസ്കാരം. നാട്ടിലെവിടെയാണ്? നാട്ടിൽ വർക്കല, ഇപ്പോൾ താമസം കൊല്ലത്ത്. എന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പോൾ താമസം ദുബായിൽ. അങ്ങനെയും പറയാം. ശരി. സാറിൻ്റെ പേര് സത്യബാബു എന്നാണ്. അതെ. എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ സാർ? അറിഞ്ഞുകൊണ്ട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ഇതുവരെ സത്യം പറഞ്ഞിട്ടില്ല. അത് ശരി. ഈ അച്ഛനായിട്ട പേരാണ് സത്യം. അത് സാറ് സ്വയം സ്വീകരിച്ചാണ്. ചിലരൊക്കെ ഈ സന്യാസി സ്വീകരിക്കുന്ന പോലെ ഈ പേര് മതി, എനിക്ക് സത്യബാബു എന്ന് മതി, ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നൊക്കെ പറയുന്നു. അന്ന് അങ്ങനെ എങ്ങനെയാണെന്ന് അറിയില്ല. സ്കൂളിൽ കൊണ്ട് ചേർത്തത് ഒരു അമ്മാവനാണ്. പുള്ളിക്കാരൻ പറഞ്ഞു കൊടുത്ത പേര് അവിടുത്തെ അധ്യാപകൻ എഴുതിയെടുത്ത് അന്ന് മുതൽ ആ പേര് ഞാനും അങ്ങ് സ്വീകരിച്ചത്ര. വർക്കലയായിരുന്നു ജന്മം. എന്താണ് അവിടെ നിന്ന് ദുബായിലേക്ക് ചാടേണ്ടി വന്നൊരു അവസ്ഥ? ആരെങ്കിലും ഓടിച്ചു വിട്ടതാണോ? ഓടിച്ചു വിട്ടതല്ല, അവിടുത്തെ തൊഴിലില്ലായ്മ അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ തൊഴിലില്ലാത്തവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ വന്നാൽ എന്തെങ്കിലും ഒരു പണി കിട്ടും എന്ന് ഉദ്ദേശിച്ച് വന്നു. ഞങ്ങൾ വരുന്ന കാലത്ത് ഈ വിസയിൽ വന്നെന്ന് വിചാരിച്ചാൽ ആ സ്പോൺസറുടെ അടുത്ത് ജോലിയൊന്നുമില്ല. എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്തോളാം. എത്ര വർഷമായി ഇപ്പോൾ? 40 വർഷമായി. 40 വർഷമായി ഇവിടെ വന്നിട്ട്. UAE രൂപീകരിച്ചിട്ട് 41 വർഷമല്ലേ? 42 വർഷം. അപ്പോൾ സാറ് വന്നതിന് ശേഷം സാറിനെയൊക്കെ കണ്ട് നിങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണോ UAE? ഞങ്ങൾ ചേർന്നതിന് ശേഷമാണ് ഇതുണ്ടായത്. ശരി. അപ്പോൾ അങ്ങനെ UAEയുടെ ഒരു വളർച്ച മുതൽ, അതായത് UAEക്ക് 2 വയസ്സായപ്പോൾ ഒരു സാർ ഇവിടെ വന്നു, അതിനോടൊപ്പം ഇങ്ങനെ കാണുകയാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഒരു 18-20 വർഷം കൊണ്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ട്രമൻഡസ് ചേഞ്ചാണ്. ആർക്കും ഒന്നും പറയാൻ വയ്യാത്ത രീതിയിലുള്ള ഉയർച്ചയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം ചെറിയൊരു മാന്ദ്യം വന്ന്, ചെറിയൊരു താഴ്ച വന്നു. ഉയർന്നു തന്നെയാണ്. വീണ്ടും അതങ്ങ് കരുത്തുടിച്ച്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് സഹധർമ്മിണി കോമളവല്ലി അല്ലേ? ശീതൾ. ഈ നിങ്ങളുടെയൊക്കെ പേരിനൊക്കെ ഇത്ര സത്യബാബു, ശീതൾ, ഇതെങ്ങനെ ചേർന്ന് വന്നു എന്നുള്ളതാണ്. കുറച്ച് തണുത്ത സ്വഭാവം ഉണ്ടായിരിക്കും. ഫ്രിഡ്ജാണോ താമസ സ്ഥലം? ശീതൾ ബാബു വീട്ടുകാരിട്ട പേര് തന്നെയാണ്, അത് സ്വയം സ്വീകരിച്ചൊന്നുമല്ലല്ലോ? അല്ല, വീട്ടുകാരിട്ട പേരാ. ആ കാലത്ത് ഈ 10-60 വർഷം മുമ്പ് ഈ ശീതൾ എന്നൊക്കെ പേരൊക്കെ ഉണ്ടോ? 60 വർഷം ആയില്ലല്ലോ. ഒരു 58, 55 വർഷമൊക്കെ ആയി. അപ്പൊ അന്നത്തെ കാലത്ത് ശീതൾ എന്നുള്ള പേരൊക്കെ ഉണ്ട്. അതായിരിക്കുമല്ലോ അച്ഛനായിട്ട്. അച്ഛന് എന്തായിരുന്നു ജോലി? ദന്തിസ്റ്റായിരുന്നു. ആരുടെയെങ്കിലും പല്ല് നോക്കിയപ്പോൾ ശീതളെന്ന് വന്നാണ്. ശരി. നാട് വർക്കല തന്നെയാണോ? അല്ല, കൊല്ലത്തു നിന്നുള്ള ഒരാളാണ്. വർക്കലയിൽ നിന്നുള്ള ഒരാൾ കൊല്ലത്ത് വന്ന് വിവാഹം കഴിച്ചു. അന്ന് വിവാഹം കഴിക്കുന്ന സമയത്ത് പഠിക്കുകയാണോ, ജോലി ചെയ്യാണോ, വെറുതെ നിൽക്കുകയാണോ, ടൈപ്പിന് പോകായിരുന്നു? അല്ല, LLB കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു കൊല്ലം കോടതിയിൽ. അഡ്വക്കേറ്റാണ്. അതാണ് ഈ കറുത്ത വേഷം ഇപ്പോഴും മാറ്റാത്തത്. ഇവിടെ വന്നിട്ട് ആ കറുപ്പിനോടുള്ള പ്രിയം വിട്ടിട്ടില്ല. ശരി. കൊല്ലം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ കൊല്ലത്ത് അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ദുബായ് എന്നൊരു സ്വപ്നം മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് ഈ ഫോറിൻ സാധനങ്ങളോടൊക്കെ വലിയ ക്രേസ് ആയിരുന്നു. പഠിക്കുമ്പോൾ ഓരോരുത്തരുടെ അച്ഛനൊക്കെ കൊണ്ടുവന്ന് പെർഫ്യൂം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ക്രേസ്. അവസാനം ഈ പെർഫ്യൂമൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചു, വേറൊരു ഫോറിൻ സാധനത്തിന് കെട്ടി ഫോറിൻ സാധനങ്ങളോട് അന്നൊരു വലിയ ക്രേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത്ര ക്രേസ് ഇല്ല. അത് ഇവിടെ വരുന്നത് പോട്ടെ, അതിന് മുമ്പ് ഫോറിൻ സാധനങ്ങളോട് ക്രേസ് ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഫോറിൻ ഒരാളുടെ പ്രപ്പോസൽ വരുന്നത്. കയറി അങ്ങ് പിടിച്ചു. ഇനി വേറെ ഒന്നും വേണ്ട. പുള്ളിക്കാരന് ജോലിയുണ്ടോ, നാട് ഏതാ, വീട് ഏതാ, അതൊന്നും നോക്കി. ജോലി ഉണ്ടാവും. പാസ്പോർട്ടൊക്കെ പാസ്പോർട്ടൊക്കെ നോക്കി വെരിഫൈ ചെയ്തെന്ന്. അത് IPC ഏത് വകുപ്പ് പ്രകാരമാണ് ഈ പാസ്പോർട്ട് വെരിഫൈ ചെയ്തത്? ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് 32 വർഷമായി. 32 വർഷമായി വിവാഹം കഴിഞ്ഞ് ഉടനെ വരികയായിരുന്നു.
പിന്നെ വക്കീൽ കോട്ടൊക്കെ ഉപേക്ഷിച്ചു? വക്കീൽ കോട്ട് ഉപേക്ഷിച്ച്, പക്ഷേ ഇപ്പോഴും അവിടെ ചെന്നാൽ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്തോ? ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്? എന്താ ജോലി? ഇമ്പോർട്ട്സ് മാനേജറായിട്ട് ഇവിടെ ഒരു ഫാമിലി വർക്ക് ചെയ്യാണ്. ഇതിനിടയ്ക്ക് ഒരു മകൻ? മോൻ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട് 2 വയസ്സ്. ഡോക്ടറാണ്? ഡോക്ടർ. നിങ്ങൾ രണ്ടുപേരും മാത്രം ഇവിടെ? അതെ. അപ്പൊ ആ അറ്റാച്ച്മെന്റ് ഏതാണ്? എക്സ്ട്രാ ഫിറ്റിംഗ്? എൻ്റെ ബ്രദറിൻ്റെ മോളാ. നമുക്ക് വേറെ പെമ്മക്കളൊന്നുമില്ല. ബ്രദറിൻ്റെ മോളാ. കാണുമ്പോഴേ അറിയാം ഇവർ രണ്ടുപേരും ഒരുപാട് സ്നേഹിക്കുന്നു, താലോലിക്കുന്നുണ്ടെന്ന്. ആ ശരീരം കാണുമ്പോഴേ അറിയാം. ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി തരാറുണ്ടല്ലേ? ഉണ്ട്. ഇതെല്ലാം കഴിച്ച് കഴിച്ച് സ്വന്തം ശരീരമാണെന്ന് ആർക്കണം. ഇല്ല, ഇത് ജനിച്ചപ്പോഴേ ഇങ്ങനെ ഹെവി വെയിറ്റ് തന്നെയായിരുന്നു. ഹെവി ആയിരുന്നു. എന്നാ പിന്നെ കുറയ്ക്കാനെങ്കിലും ഒരു ശ്രമം ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന്? ഒരു രക്ഷയില്ല, കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇതിങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ എപ്പോഴും പൊട്ടും എന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ വെറുത്ത്? പൊട്ടാറായിട്ടില്ല, ഇനിയുണ്ട്. ഇനിയും കുറെ കൂടെ ഇല്ല. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ജോലി ചെയ്യുന്നു. എവിടെയാണ്? പ്രൈവറ്റ് ഫാമിൽ? പ്രൈവറ്റ് ഫാമിലാണ്, ട്രാവൽ ഏജൻസിയാണ്. ശരി. പേര്? അശ്വതി. അത് മാത്രമേ ഒരു മലയാളത്തിലുള്ള പേരാണ്. മലയാളത്തിൽ എന്ന് പറയുന്നെങ്കിൽ കോമൺ പേര്. മറ്റേത് രണ്ടും സത്യബാബു, ശീതൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ റെയറായിട്ടുള്ള പേരുകളാണ്. നാട്ടിൽ കൊല്ലം തന്നെയാണ്. ശരി. കുറെ കാലമായിട്ട് ഇവിടെ ഉണ്ട്? 5 years. 5 years ആയിട്ട് ഇവിടെ ഒരു ഗൾഫുകാരിയായിട്ട് ജീവിക്കുകയാണ്. നല്ല ജോലിയാണ്, നല്ല ശമ്പളമൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ, വിവാഹത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നു. ശരിയാണ്. എനിക്ക് ചിലതൊക്കെ മനസ്സിലാകുന്നുണ്ട് കാണുമ്പോഴേക്ക്. ചില സന്തോഷവും ചില തൃപ്തിയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഉടനെ വിവാഹം കഴിച്ചേ അടങ്ങും. ഓക്കെ, ശരി. ഞാൻ വീണ്ടും സാറിലേക്ക് തന്നെ സംസാരിക്കുകയാണ്. വർക്ക് ചെയ്യായിരുന്നു കുറച്ചാളല്ലേ? നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. 36 വർഷം ഇവിടുത്തെ ഗവൺമെൻറ് സർവീസിലായിരുന്നു. റിട്ടയർ ചെയ്തു. അവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നതിന് വേണ്ടി ഒരു സ്വന്തം ബിസിനസ് തുടങ്ങി. അപ്പോൾ ആജീവനാന്തം ഇവിടെ നിൽക്കാം. അപ്പോൾ കുഴപ്പമില്ലാതെ ബിസിനസ് നന്നായിട്ട് പോകുന്നു? ബിസിനസ് തിരക്കേടില്ല. കുറച്ച് കുക്കറി ഷോയിലൊക്കെ പോകുന്നതാണെന്ന് ഇങ്ങനെ പറഞ്ഞു മാഡം, അതിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാം. ചൂടായിട്ടുള്ള ആഹാരങ്ങളാണോ ഉണ്ടാക്കുന്നത് അതോ കൂടുതലും തണുത്ത ആഹാരങ്ങളാണ്? ചൂടായിട്ടുള്ള ശീതളനായതുകൊണ്ട് ശീതള കോമളമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിൽ താല്പര്യമാണോ അതോ? അല്ല, അത് കുക്കിംഗ് കോമ്പറ്റീഷൻ ആകുമ്പോൾ അന്നേരം ലൈവ് കുക്കിംഗ് ആണ്, അപ്പം ചൂടായിട്ടുള്ള. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ജോലി കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റീസ്? ഈ കുക്കിംഗ് പരിപാടിയും പിന്നെ ഈ സോഷ്യൽ? പിന്നെ അക്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 500 മലയാളി ഫാമിലി ഉള്ളതാണ്. അപ്പോൾ അതിനൊരുപാട് കൾച്ചറൽ പ്രോഗ്രാമും എന്തെങ്കിലും ഈ ചാരിറ്റി പ്രോഗ്രാം അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടൊരു സാന്ത്വനം എന്ന് പറഞ്ഞൊരു ചാരിറ്റി സംഘടനയുണ്ട്. അത് നമ്മൾ ഒരു ബക്കറ്റ് കൊണ്ട് നമ്മളെല്ലാ വീട്ടിലും കൊടുക്കും. അപ്പോൾ ഏതെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ സാധനം അതിലൂടെ വാങ്ങിച്ചിട്ടാൽ അത് എന്നിട്ട് ഓരോ മാസം ആകുമ്പോൾ അതിൻ്റെ ആളുകൾ വന്നിട്ട് അതെടുത്ത് ലേബർ ക്യാമ്പിലൊക്കെ എല്ലാം കൊടുക്കും. അങ്ങനെ. അപ്പോൾ ഇനി നമ്മൾ അശ്വതിയിൽ നിന്നൊരു കാര്യം. അശ്വതി, ഉരൽ ഉരുളുമ്പോൾ ചരലുരുളില്ല എന്ന് ഒരു മലയാളത്തിലൊരു വാക്കുണ്ട്. ഉരൽ ഉരുളുമ്പോൾ ചരലുരുളില്ല, അത് തെറ്റാതെന്ന് പറഞ്ഞു. ഒന്നുകൂടെ പറയാം. ഉരൽ ഉരുളുമ്പോൾ ചരലുരുളില്ല. ഉരൽ ഉരുളുമ്പോൾ ചരലുരുളില്ല. വേണ്ട, ശരിയാവില്ല. ഉരൽ ഉരുളുമ്പോൾ ചരലുരുളില്ല. ഉരൽ ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. ഉരൽ ഉരുളുമ്പോൾ ചരൽ ഉളരില്ല. ബുദ്ധിമുട്ടാതെ ഉരൽ ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. ഇതാണ് കറക്റ്റ്. ഉരൽ ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. ഉരൽ ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. ഉരൽ ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. ഉരൽ ഉരുളുകയോ ചരൽ ഉരുളാതിരിക്കുകയോ അത് നമ്മുടെ വിഷയമല്ല. എന്തായാലും ഞങ്ങൾ വന്നു, നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇത്രയും സമയം ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ. ഞങ്ങളുടെ ഒരു ചെറിയ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. ക്രീക്ക് പാസഞ്ചർ ട്രാൻസ്പോർട്ട് ദുബായിൽ വാഹനാവശ്യങ്ങൾക്ക് സമീപിക്കാവുന്ന റെൻ്റ് കാറായാലും ഒക്കെ. അപ്പോൾ ക്രീക്ക് നൽകുന്ന ഒരു സമ്മാനം നിങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ സമ്മർ ജോബ്സ് ഒക്കെ ഇവിടെ ആയിരുന്നു. കട്ട്ലറി പോളിഷിങ്ങും പ്ലേറ്റ് വൈപ്പിങ്ങും അത് ഇതൊക്കെ അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഇൻട്രസ്റ്റ് വന്ന് ഡാഡിയുടെ പാഷൻ കണ്ട് അതിൽ നിന്ന് ഞങ്ങൾക്കും ഉള്ളൊരു പാഷനായി മാറി. അല്ല, അറബിക്കിലപ്പോൾ എന്തൊക്കെ പഠിച്ചു? അസ്സലാമു അലൈക്കും. മറുനാടും മലനാടും വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്ന് തൽക്കാലം വിട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഞങ്ങളുടെ ഊർജ്ജം. എഴുതുക, സമ്മാനം നേടുക.